മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിന് പുറമെ വകുപ്പ് വിഭജനത്തിലും കടുത്ത അതൃപ്തിയുമായി ശിവസേന. ആഭ്യന്തര വകുപ്പ് വേണമെന്നാണ് ശിവസേനയുടെ ആവശ്യം. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കാമെന്ന നിലപാടിലാണ് ശിവസേന സ്വീകരിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ ഭൂരിപക്ഷം ലഭിച്ചെങ്കിലും അവിടെ BJP നേതൃത്വം നൽകുന്ന മുന്നണി മഹായുതി സഖ്യത്തിനുള്ളിൽ കടുത്ത പ്രതിസന്ധിയാണുള്ളത്. ശിവസേന കടുത്ത ഉടക്കിലാണ്. PR രാകേഷ് ചേരുന്നു. രാകേഷ്, ശിവസേനയെ അനുനയിപ്പിക്കാൻ നീക്കങ്ങൾ ശക്തമാണോ? അതെ സജിത്ത്, ശിവസേനയെ അന്വയിപ്പിക്കാനുള്ള നീക്കം BJPയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടാകില്ലെന്ന് ശിവസേനയ്ക്ക് വ്യക്തമായിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ അമിത്ഷായുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ അത് സംബന്ധിച്ച അറിയിപ്പ് ശിവസേന നേതാവ് കാവൽ മുഖ്യമന്ത്രിയായ ഏക്നാഥ് ഷിൻഡെക്ക് ഇതിനോട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ശിവസേന ഇപ്പോൾ ഏതായാലും ചില നീക്കങ്ങൾ ശക്തമാക്കുകയാണ്, സമ്മർദ്ദം ശക്തമാക്കുകയാണ്. അതായത് മുഖ്യമന്ത്രി സ്ഥാനം ഇല്ലെങ്കിൽ പകരം പ്രധാനപ്പെട്ട വകുപ്പുകൾ വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. അതിൽ തന്നെ ആഭ്യന്തര വകുപ്പ് വേണമെന്നാണ് പ്രധാനപ്പെട്ട ആവശ്യം. സ്പീക്കർ പദവിയും ശിവസേന ആവശ്യപ്പെടുന്നുണ്ട്. ഇതുകൂടാതെ ധനകാര്യ വകുപ്പ് വേണമെന്നാണ് മറ്റൊരു ആവശ്യം. ഇതിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആഭ്യന്തരം ദേവേന്ദ്ര ഫഡ്നവിസ് കൈകാര്യം ചെയ്തിരുന്നു. ധനവകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് അജിത് പവാറാണ്. അപ്പോൾ നിലവിൽ അജിത് പവാറിന്റെ NCP 41 സീറ്റുമായി ദേവേന്ദ്ര ഫഡ്നവിസ് തന്നെ മുഖ്യമന്ത്രിയാകട്ടെ എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ധനവകുപ്പ് നിലവിലെ സാഹചര്യത്തിൽ അജിത് പവാറിന് നൽകാൻ തന്നെയാണ് സാധ്യത. എന്നാൽ ശിവസേന ഇപ്പോൾ ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം ആഭ്യന്തര വകുപ്പ് കൂടി വേണമെന്നൊരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഇതുകൂടാതെ ശിവസേന ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട വകുപ്പ് നഗരവികസന വകുപ്പാണ്. പ്രത്യേകിച്ച് മുംബൈ നഗരം അടക്കം ഉൾപ്പെടുന്ന നഗരവികസന വകുപ്പ് വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ്. ഈ വകുപ്പും തൽക്കാലം വിട്ടു നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് BJP ദേശീയ നേതൃത്വത്തിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ വകുപ്പുകൾ ഇല്ലെങ്കിൽ പുറമേ നിന്ന് പിന്തുണയ്ക്കുന്ന കാര്യം പരിഗണിക്കും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. മാത്രവുമല്ല, ഇന്നലെ രാവിലെ ഡൽഹിയിൽ നിന്ന് മുംബൈയിലെത്തിയ ശേഷം ഏക്നാഥ് ഷിൻഡെ മറ്റ് ചർച്ചകളിലേക്കൊന്നും കടക്കാതെ സത്താറയിലുള്ള തന്റെ ഗ്രാമത്തിലേക്ക് പോയി. ഇതാണ് അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ വഴിവെച്ചത്. എന്നാൽ ഒരു വിഭാഗം ശിവസേന നേതാക്കൾ അത്തരമൊരു നീക്കമൊന്നുമില്ല. BJP ഉന്നയിക്കുന്ന അല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന ഏത് തീരുമാനത്തോടും ശിവസേന അനുകൂലമാണെന്ന് പറയുമ്പോൾ പോലും ഇന്നലെ രാത്രിയോടുകൂടി സഞ്ജയ് സിരാസത്ത് എന്ന് പറയുന്ന ശിവസേന നേതാവിന്റെ പ്രതികരണമാണ് വലിയ ചർച്ചകൾക്ക് ഇടവച്ചിട്ടുള്ളത്. അതായത് ചില നിർണായക തീരുമാനങ്ങൾ ഏക്നാഥ് ഷിൻഡെയുടെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഷിൻഡെ തീരുമാനിക്കാൻ പോകുന്നത്? നേരത്തെ ഷിൻഡെ തന്നെ പരസ്യമായി പറഞ്ഞതുപോലെ നരേന്ദ്രമോദി നിർദ്ദേശിക്കുന്ന എന്ത് തീരുമാനവും അംഗീകരിക്കും, അതോ ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെ വെട്ടിലാക്കുന്ന നടപടികളിലേക്ക് അദ്ദേഹം കടക്കുമോ എന്നും അറിയേണ്ടതുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ രൂപീകരണം നീളാൻ തന്നെയാണ് സാധ്യത. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 5-ാം തീയതിയോടുകൂടി സത്യപ്രതിജ്ഞയ്ക്കാണ് BJP ആലോചിക്കുന്നത്. അതിനു മുമ്പ് ഷിൻഡെയുടെ പിണക്കം പരിഹരിച്ച് ഒപ്പം കൂട്ടാനാണ് തീരുമാനം. സജിത്, അതാണ് സാഹചര്യം. മഹാരാഷ്ട്രയിൽ വലിയ ഭൂരിപക്ഷം കിട്ടിയെങ്കിലും മഹായുതി സഖ്യത്തിൽ തർക്കം തുടരുകയാണ്. ഇപ്പോഴും സസ്പെൻസ് ബാക്കിയാവും.